കാടുമൂടി മാലിന്യം നിറഞ്ഞുകിടന്ന ഒരിടം അതിപ്പോൾ സായാഹ്നം ആസ്വദിക്കാനുള്ള മനോഹരമായ പാർക്കായി മാറിയിരിക്കുകയാണ്. കോട്ടയം പനച്ചിക്കാട്ട് 6-ാം വാർഡിലെ ജനങ്ങൾ ഒരുമിച്ച് കൈകോർത്തപ്പോഴാണ് ഈ ഇടം സാധ്യമായത്. വൈകുന്നേരങ്ങൾ ഇപ്പോൾ ഇവിടുത്തുകാർക്ക് സൗഹൃദങ്ങൾ പങ്കുവയ്ക്കാനുള്ള ഇടമാണ്. സായാഹ്നങ്ങൾ ആസ്വദിക്കാൻ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും തിരഞ്ഞെടുക്കുന്ന ഇടം. വൈകുന്നേരങ്ങളിൽ ഒരു ചായയൊക്കെ കുടിച്ച് ആളുകളോട് കുശലം ചോദിച്ചും വിശേഷങ്ങൾ പറഞ്ഞും സമയം തള്ളി നീക്കാൻ ഒരു സ്ഥലം. പനച്ചിക്കാട് 6-ാം വാർഡിലെ വോട്ടർമാർ ഒരുമിച്ച് കൈകോർത്താണ് ഇവിടം ഇങ്ങനെ ഒരുക്കിയെടുത്തത്. ഗവൺമെന്റ് പദ്ധതികൾ, ഗവൺമെന്റ് സംവിധാനങ്ങൾ ഇതിനു വേണ്ടി ഒരു സപ്പോർട്ടിംഗ് ആകുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ആശയം വന്നത്. ഒരു ജനകീയ പങ്കാളിത്തത്തോടെ ഇതിനെ ഒരു സംവിധാനം ചിന്തിക്കാം. പബ്ലിക്കിന്റെ ഒരു ജോയിന്റ് അക്കൗണ്ട്, വാർഡ് വികസന സമിതിയുടെ പേരിൽ ഒരു ജോയിന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ആളുകളിൽ നിന്ന് സാമ്പത്തികം സമാഹരിച്ചിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് പൂർത്തീകരിച്ചത്. ഇവിടെ വന്നിരിക്കുന്നത് പഴമയിലേക്കുള്ള തിരിച്ചുപോക്ക് കൂടിയാണെന്ന് നാട്ടുകാർ. നല്ല കാര്യമാണ്. നേരം വന്നിരിക്കാം, ആൾക്കാരെ കാണാം, സന്തോഷമുള്ള വർത്താനം പറയാം. അതെ, ഇപ്പൊ ആൾക്കാർ തമ്മിൽ അങ്ങനെ ഇരിക്കാനുള്ള സ്ഥലമില്ല. ഒന്നാമത് ചായക്കട ഇതെല്ലാം കൂടെ വന്നു, ഇതെല്ലാം വൃത്തിയായി ഇവിടെ ബെഞ്ചുമൊക്കെ ആയപ്പോഴത്തേന് എല്ലാവർക്കും ഇരിക്കാം. കൂട്ടുകാരെല്ലാം ഒരുമിച്ച് കൂടി വർത്താനം പറയാനൊക്കെ ഉള്ളൊരു നല്ല സ്ഥലമായിട്ട് മാറി. എസ്പെഷ്യലി ഇവിടുത്തെ വാർഡ് മെമ്പറും പിന്നെ അതിനോട് ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ ഒത്തിരി താങ്ക്സ്. ഇഷ്ടംപോലെ ആളും തിക്കും തിരക്കുമായി ഒരു പ്രദേശത്ത് തന്നെ ഒരു മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. പഞ്ചായത്തിന്റെ സ്ഥലമാണ് നാട്ടുകാർ ഒത്തുകൂടി ഇങ്ങനെ അടിപൊളിയാക്കിയെടുത്തത്. വാടകയ്ക്ക് പകരം കട നടത്തുന്നവരെ സ്ഥലം വൃത്തിയാക്കി സൂക്ഷിക്കാനുള്ള ചുമതലയും ഏൽപ്പിച്ചു. ഇതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ചിന്തിച്ച സമയത്താണ് ഒരു കുടുംബശ്രീ അല്ലെങ്കിൽ ഒരു ടീ സ്റ്റാൾ ചുമതലപ്പെടുത്തുകയും അവർ ഉത്തരവാദിത്വമായിട്ട്, ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഇത് വൃത്തിയായി കിടക്കാന്നുള്ളതാണ്. വൃത്തിയായില്ലെങ്കിൽ നമ്മൾ അതിനെ ചോദ്യം ചെയ്യും. അതാണ് നമ്മുടെ പോളിസി. ഇതുപോലെ ഒരു ചായയൊക്കെ കുടിച്ച് വൈകുന്നേരം എല്ലാവരും ഒത്തിരുന്ന് സമയം ചെലവഴിക്കാനും സംസാരിച്ചിരിക്കാനുമൊക്കെ ഒരിടം നാട്ടിലെല്ലാവർക്കും ഒരു ആഗ്രഹം കാണും അല്ലേ? എന്തായാലും ഇവിടുത്തെ നാട്ടുകാർ അത് സാധിച്ചെടുത്തു. നിങ്ങളും മനസ്സ് വെച്ചാൽ ഇതുപോലുള്ള ഇടങ്ങൾ ഉണ്ടാക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ. വീഡിയോ ജേർണലിസ്റ്റ് ജിത്തുവിനൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.